ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഡ്രീം കംസ് ട്രൂ. അതായത് ഞാനൊരു കോമറ്റ് കാർ എടുക്കണം എന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലം അങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആഗ്രഹം എനിക്ക് ആ കാറിനുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്ന കാറല്ലേ ഇപ്പം എടുത്തു കഴിഞ്ഞു. ആ കാറാണ് ഇത് കേട്ടോ. അപ്പോൾ വൈറ്റ് കളറാണ്. ഇതാണ് കോമറ്റ്. ഇത് മോറിസ് ഗാരേജസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇതാണ്. അവരുടെ ഒരു എന്താ പറയുന്ന ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാറാണ് കേട്ടോ. ഇത് ഇലക്ട്രിക് കാറാണ്, ചെറിയ ഇതാണ്. അപ്പം സിറ്റി പർപ്പസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കോമറ്റ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ചെറിയ കാറുകൾ, ചെറിയ ചെറിയ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ വലിയ കാസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ചെറിയ കാറുകളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ സാഞ്ചേട്ടനോട് എപ്പോഴും പറയും, സാഞ്ചേട്ടൻ എനിക്ക് ആ കാറ് മേടിച്ചതാന്ന് പറയും. പക്ഷെ സാഞ്ചേട്ടൻ പൈസയുടെ ഇതുകൊണ്ടോ എന്തൊക്കെ കൊണ്ടോ സാഞ്ചേട്ടൻ അത് സമ്മതിച്ചിട്ടില്ല മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നിട്ട് ഞാനിപ്പോൾ പറയാനുള്ള കാരണം, നിങ്ങൾ എൻ്റെ വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം വിഷൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ആഗ്രഹിച്ചു കഴിഞ്ഞാലായിട്ട് അത് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള പ്രധാന കാരണം അതാണ്. കാരണം എൻ്റെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ കോമറ്റ് കാർ എന്നുള്ളത്. പക്ഷെ ഞാൻ 2025 ജാനുവരിയിലാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയത്. ആ സമയത്തും എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് എനിക്ക് ആ കാർ എടുക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്കത് ഇത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കത്തെഴുതുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ദൈവത്തോട് പറഞ്ഞിരുന്നു, ദൈവമേ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു കാറ് നീ തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അറിഞ്ഞൂടാ. അത്രയും ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ഈ കാർ എടുക്കാൻ പറ്റി എന്നുള്ളത്. ഈ മാസം എൻ്റെ ബർത്ത്ഡേ മന്താണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്, എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഈ PRP ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ സാഞ്ചേട്ടൻ ജോലിക്ക് പോകും. സാഞ്ചേട്ടൻ എന്നും പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ജോലിയിൽ ലീവ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാനായിട്ട് ഞങ്ങളുടെ റോഡാണ് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ റോഡിൽ കൂടെ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് വീട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക്. എൻ്റെ ഡാഡിയൊക്കെ ഉണ്ട്, പക്ഷെ ഡാഡിക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്കൂട്ടറിൽ എന്നെയും വെച്ച് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ആ ഇഞ്ചക്ഷനും എടുത്ത് വരേണ്ടി വന്ന അവസ്ഥയിൽ ഞാൻ തീരുമാനിച്ചു, ഇനി പറ്റില്ല, എന്തായിരുന്നാലും കാർ എടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മന്തും കൂടെയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഞാൻ തന്നെ എനിക്ക് മേടിച്ചൊരു ഗിഫ്റ്റാണ് ഈ കാർ എന്ന് പറയുന്നത്. വേറെ ആരും എനിക്ക് മേടിച്ചു തന്നതല്ല, ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച കാറാണ്. വേറെ ആരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു പിന്നെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രം എനിക്ക് അതിൽ വേറെ ആരുടെയും കാശ് ഉൾപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ ഈ കാറ് മേടിക്കുകയാണ് കേട്ടോ. ഇതിൽ വേറെ ആരുടെയും ഒരു പൈസ പോലും ചേർത്തിട്ടില്ല. അപ്പം അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒത്തിരി അഭിമാനമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാത്തിലുപരി എനിക്ക് ദൈവത്തോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്രയും പെട്ടെന്ന് ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നതിന്. എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപ എനിക്കുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എന്താഗ്രഹിച്ചിരുന്നിരുന്നാലും തമ്പുരാൻ എനിക്ക് തരുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. അതിന് ഞാൻ ദൈവത്തോട് എന്നും 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 കടപ്പെട്ടിട്ടുണ്ട്. പറയുമ്പം ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ദൈവം എനിക്ക് തരുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ തമ്പുരാൻ സാധിച്ചു തരുന്നുമുണ്ട്. അതിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എന്നും 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 ദൈവത്തോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടാണ്. പിന്നെ എൻ്റെ പാരൻസ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കള്, എല്ലാവരോടും ഞാൻ താങ്ക്ഫുൾ ആണ്. കാരണം ഞാൻ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ അവരുടെയൊക്കെ സമ്മതം ഞാൻ ചോദിക്കാറുണ്ട്. അവരാരും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബട്ട് അവരും എന്നോട് നോ പറയാറില്ല. പിന്നെ പോയപ്പം ഞാൻ മമ്മി, ഡാഡി, ജോനേനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാർ എടുക്കാൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും ട്വിന്നിങ് ആയിരുന്നു കേട്ടോ. സാജേട്ടന് ഷർട്ട് എടുത്തതിന് ശേഷം എനിക്കൊരു ഷർട്ട് എടുക്കാൻ പോയപ്പം എങ്ങനെയോ കോയിൻസിഡൻസ് ആയിട്ട് കിട്ടിയതാണ് ആ ഒരു ഷർട്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സ്റ്റേറ്റസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേല് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും സാഞ്ചേട്ടൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടെ ആ കാറ് മേടിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. അത് നിങ്ങളുമായിട്ടും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്താണ്. ഇത് കഴിഞ്ഞിട്ട് കാറ് നേരെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ട് വെഞ്ചരിച്ച് അച്ഛനെ കൊണ്ട് ബ്ലെസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിൽ കൊണ്ടുപോയത് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.